എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടോപ്പിക്ക് ഞാനങ്ങ് ജപ്പാനിൽ നിന്ന് കടമെടുത്തതാണ്. ജപ്പാനിൽ നിന്ന് കടമെടുത്തതാണ് എന്നുണ്ടെങ്കിലും വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിച്ച സമയത്ത് മനസ്സിലായ ഒരു സംഗതി, ജപ്പാനിലെയും ഇന്ത്യയിലെയും സാമൂഹിക അന്തരീക്ഷമൊക്കെ ഏകദേശം സമാനമാണ്. ഇവിടെയുള്ള യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ഒക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഏത് കാര്യത്തിലാണ്? സൊസൈറ്റിക്ക് 100,000 എക്സ്പെക്റ്റേഷൻസ് ആണ് യങ്സ്റ്റേഴ്സിൻ്റെ ടീനേജേഴ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ. ഇന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇന്ന പ്രായത്തിലെത്തുമ്പോൾ കുട്ടികൾ ഈ രീതിയിൽ സക്സസ്ഫുൾ ആവേണ്ടതുണ്ട്. സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അവൻ പുതിയൊരു വീട് വെക്കണം, പുതിയൊരു കാറ് വാങ്ങണം, ഈ രീതിയിൽ സമൂഹത്തിന് മുൻപിലേക്ക് അവനെ പ്രസൻറ്റ് ചെയ്യണം. പെൺകുട്ടികൾ ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണം, ആൺകുട്ടികൾ ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവനായിട്ട് കൺസിഡർ ചെയ്യപ്പെടണം. അതേപോലെ തന്നെ ഇന്ന ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ വിജയികളായിട്ട് കൺസിഡർ ചെയ്യണം. സമൂഹത്തിലെ ഉന്നത ജോലികൾ എന്ന് പറയുന്നത് ഇന്ന ജോലികളാണ്, ഇന്ന ജോലികൾ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ 100,000 പിടിവാശികളാണ് സമൂഹത്തിനുള്ളത്. ഈ ഒരു പിടിവാശികൾക്കിടയിൽ വളരെ തുച്ഛമായിട്ടുള്ള സാലറിയിൽ സമൂഹത്തെയും തൃപ്തിപ്പെടുത്തി അതേപോലെ തന്നെ കുടുംബത്തെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് വലിയ സ്ട്രെസ്സാണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇപ്പോൾ വീട്ടുകാരുടെ ഒരു സഹായത്തോടെ തന്നെ നാട് വിട്ട് രക്ഷപ്പെട്ടു പോവാറുണ്ട്. നമ്മുടെ നാട്ടിൽ റിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകൾ, മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ, അവരുടെയൊക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സമയത്ത് ഒരേ തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത്. അവിടെ അവർ ഹോട്ടലുകളിൽ സഹായിക്കാൻ പോകുന്നു, കെയർ ഹോമുകളിൽ വയസ്സായിട്ടുള്ള ആളുകളെ നോക്കാൻ പോകുന്നു, എല്ലാ പണികളും ചെയ്യുന്നു. എന്നാൽ നാട്ടിൽ ഈ കുട്ടികളൊന്നും ഒരു പാർട്ട് ടൈം ജോലിക്കും പോവില്ല. അവരെ പാർട്ട് ടൈം ജോലിക്ക് വിടുന്നത് കുടുംബത്തിന് അപമാനമാണ്, ആ ഒരു കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോവും. അത് എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത്? അവിടെ കംഫർട്ടബിൾ ആണ്. എന്തുകൊണ്ടാണ് കംഫർട്ടബിൾ? ഇവിടെയുള്ള ആളുകൾ അവിടെ മോണിറ്റർ ചെയ്യാനായിട്ടില്ല. സൊസൈറ്റി എന്ന് പറയുന്ന സംഗതി നമ്മുടെ സൊസൈറ്റി അല്ല അവിടെ ഉള്ളത്, അത് വേറൊരു സൊസൈറ്റിയാണ്. അപ്പോൾ അവിടെ പോയി എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇവിടെയും അത് ചെയ്യാൻ പറ്റുന്ന സംഗതിയൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ വിരോധാഭാസത്തിൻ്റെ കഥ പറയേണ്ടി വരും. ജൊഹാറ്റ്സുലേക്ക് തിരികെ വരാം. ജൊഹാറ്റ്സു എന്ന ജാപ്പനീസ് വേർഡിൻ്റെ അർത്ഥം ഇവാപ്പറൈസേഷൻ, ബാഷ്പീകരണം, ആവിയായി പോവൽ എന്നിങ്ങനെയൊക്കെയാണ്. ജപ്പാനിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. 10,000-കണക്കിന് ആളുകൾ മിസ്സിംഗ് ആണ്, അവരെ കാണുന്നില്ല. എന്നാൽ അവിടെ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുന്ന സംവിധാനങ്ങൾ, അതിൽ ഒരു 90% ആളുകളെയും കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാലും ആളുകൾ ഇങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 90% ആളുകളും സ്ത്രീകളാണ്. സ്ത്രീകൾ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അവിടെ ഇങ്ങനെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെയും കാണണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഈ പ്രൈവസി എന്ന് പറയുന്ന കാര്യത്തിന്, പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്ന കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ജപ്പാൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത്രയധികം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇന്ത്യയിൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യത്തെ കൊച്ചു നാൾ മുതൽ തന്നെ ആളുകൾ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. വീട്ടിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? അഹങ്കാരിയാണോ നീ എന്ന് ആളുകൾ ചോദിക്കും. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് വിവാഹത്തിൻ്റെ തലേന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരാൾ നാട് വിട്ടുപോയി. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് സ്വാഭാവികമായിട്ടും ആ ഒരു ഉദ്യമം മാധ്യമങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ട്. ശരിക്കും അത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. മാധ്യമങ്ങളെ ഏൽപ്പിച്ച് കാണും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, CCTV വിഷ്വൽസ് എല്ലാം മാധ്യമങ്ങൾ 4 വാർഡ് വിട്ട് പരത്തുന്നത് കണ്ടു. ഈ ആളുടെ പ്രൈവസി, അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആരും അവിടെ ചിന്തിക്കുന്നത് കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് പ്രൈവസി വയലേഷനാണ്. കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തു പോയ വ്യക്തിയല്ല. അദ്ദേഹത്തിനെതിരെ പരാതിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരിടത്തേക്ക് പോയി. അദ്ദേഹം ചില ആളുകൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ല പോയത്, തലേന്നാണ് പോയത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള കൺസേൺസ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ 4 വാർഡും പ്രചരിപ്പിച്ചു. എല്ലാ വാർത്തകളുടെയും തമ്പനിയിൽ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ക്രൈമൊന്നും ചെയ്തിട്ടില്ല, മനസമാധാനത്തിന് വേണ്ടി എങ്ങനെ പോയതാണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് നാട് മൊത്തം വിട്ട് നാറ്റിച്ചിട്ട് നീ സേഫായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് നമ്മളുടെ ഒരു സംസ്കാരം. ഉള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ആ ഒരു വാർത്തകൾ ഷെയർ ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ 4 വാർഡും പ്രചരിപ്പിച്ചു ആളുകൾ. ഇനിയിപ്പോൾ ഒളിച്ചോടിപ്പോയ ആൾ എന്നൊരു ടാഗായിരിക്കും സമൂഹം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവസി വയലേഷൻ കൊണ്ടുണ്ടായ ഒരു സംഭവമാണ്. ജപ്പാനിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. അവർ 90% ആളുകളെയും കണ്ടുപിടിക്കുന്നുണ്ട്. അല്ലാതെ മാധ്യമങ്ങൾ ഇത് നാട് മൊത്തം പരത്തുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ചില ആളുകൾ മരണപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ആ ഒരു പോക്കിനെ വ്യാഖ്യാനിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചില മാധ്യമ ഇടപെടലുകൾ വരും എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈവസി എന്ന് പറയുന്ന കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് അവരവിടെ കൊടുക്കുന്നുണ്ട്. നൂരിഹിരോ എന്ന ജപ്പാൻകാരൻ്റെ ഒരു എക്സാമ്പിൾ വായിച്ചാണ്.
അദ്ദേഹം സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ ആയിരുന്നു. അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അദ്ദേഹത്തിന് ഒരു എഞ്ചിനീയറിംഗ് ഫേമിൽ മികച്ച ജോലി കിട്ടി. എന്നാൽ ജപ്പാനിലെ ജോബ് സിറ്റുവേഷൻസ് ജപ്പാനെക്കുറിച്ച് പഠിച്ച ആളുകൾക്കറിയാം ഇത്തിരി ടഫാണ്. ഒത്തിരിയധികം പ്രൊഡക്ടിവിറ്റി അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ടൈം ഒക്കെ വളരെയധികം കൂടുതലാണ്. ഒരു വർഷം 200ഓളം ആളുകളെങ്കിലും ഈ അമിതമായിട്ടുള്ള ജോലി ഭാരത്താൽ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ജപ്പാൻ്റെ കണക്ക്. ഭയങ്കരമായിട്ടുള്ള ചെലവുകളാണ്. കമ്പനി ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയ സമയത്ത് നോരിഹിരോയുടെ ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് മറ്റൊരിടത്തും ജോലി കിട്ടിയില്ല. അദ്ദേഹം ഒത്തിരിയധികം ട്രൈ ചെയ്തു. ജോബ് മാർക്കറ്റൊക്കെ വളരെയധികം ഡള്ളാണ്. ഏത് രീതിയിൽ ജീവിക്കുമെന്ന് അറിയാതെ, എങ്ങനെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുമെന്നറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു യുവത്വം തന്നെയാണ് അവിടെ ഉള്ളത്. ജോലി നഷ്ടപ്പെട്ടത് ഒരു ഫെയിലിയർ ആയിട്ട് തന്നെയാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് സൊസൈറ്റി ഫാമിലിയൊക്കെ ജോലി നഷ്ടപ്പെട്ട ഒരാളെ നോക്കിക്കാണുന്ന ഒരു രീതി അവിടെ സെയിം ആണ്. ആ ഒരു പ്രഷർ തനിക്ക് അനുഭവിക്കാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം വീട്ടിൽ പറഞ്ഞില്ല. എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് ബാഗുമായിട്ട് ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോവും. എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി നടന്നിട്ട് വൈകിട്ട് ലേറ്റായിട്ടൊക്കെ വരും. ചില ദിവസങ്ങളിൽ വർക്ക് ലോഡ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ലേറ്റായിട്ട് വരും. കൂട്ടുകാരുടെ പാർട്ടിക്ക് പോയി എന്നുള്ള രീതിയിൽ വരും. കുറച്ച് കാലം മുന്നോട്ടേക്ക് പോയ സമയത്ത് കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. എന്നാലും അദ്ദേഹം തിരികെ വീട്ടിലേക്ക് വന്നില്ല. അദ്ദേഹം അപ്രത്യക്ഷനായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും എടുക്കാതെ അദ്ദേഹം എങ്ങോ പോയി മറഞ്ഞു. ഈ ഒരു ഘട്ടങ്ങളിലാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ CCTV വിഷ്വൽസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നാട് മൊത്തം പ്രചരിപ്പിക്കും, എങ്ങനെയാണ് അവർക്ക് അത് പറ്റുന്നത്? അവിടെ ഈ അപ്രത്യക്ഷമാവുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഈ അപ്രത്യക്ഷമാവുന്ന ആളുകളുടെ എണ്ണം കൂടിയ സമയത്ത് 2 തൊഴിൽ മേഖലകൾ അവിടെ ഉയർന്നു വന്നു. ഒന്ന്, അപ്രത്യക്ഷമാവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതേപോലെ അപ്രത്യക്ഷരായ ആളുകളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ചില ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടിനാലൊക്കെ മുങ്ങുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഫാമിലി പ്രോബ്ലംസിനാൽ മുങ്ങുന്ന ആളുകളുണ്ട്. ഈ നൈറ്റ് മൂവേഴ്സ് എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയുണ്ട്. അവർ മുങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, അപ്രത്യക്ഷമാവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സഹായിക്കും. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ആളുകൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാരണമായി പറയുന്നത് സാമ്പത്തിക ബാധ്യതകളാണ്. വലിയ ഫിനാൻഷ്യൽ ബർഡൻസ് വരുന്ന സമയത്ത് മുങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്, അവിടെയുമുണ്ട്. അങ്ങനെ അപ്രത്യക്ഷമാവുന്ന ആളുകൾക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വയം രക്ഷപ്പെടലും, അതേപോലെ തന്നെ കുടുംബത്തെ രക്ഷപ്പെടുത്തലും. തൻ്റെ ബാധ്യത കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ അവിടെ കളഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. പിന്നീട് അവർക്ക് കുടുംബവുമായിട്ട് കണക്റ്റ് ആവാനായിട്ടുള്ള ഒരു മാർഗ്ഗമില്ല. എന്നാലും ആ ഒരു കുടുംബത്തെ അത് ബാധിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഇരകളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം ആളുകൾ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അപ്രത്യക്ഷമാവുന്നുണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി, അവർ താമസിക്കുന്ന ഇടങ്ങൾ, അവരുടെ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അപ്രത്യക്ഷമാവാൻ വേണ്ടി നൈറ്റ് മൂവേഴ്സിനെ സമീപിക്കാറുണ്ട്. അവർ ഒരു അനുകൂലമായിട്ടുള്ള സമയത്തിൽ ഇവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ രേഖകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ സഹായം ചെയ്യാറുണ്ട്. മറ്റൊരു കാരണമായി ആളുകൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതിയൊക്കെ പോലെ തന്നെയാണ്. ജെൻഡർ മൈനോറിറ്റികൾക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു സാമൂഹിക അന്തരീക്ഷമല്ല അധികം സ്ഥലങ്ങളിലൊന്നും. അവിടെയും അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആളുകൾ മാറാറുണ്ട്. ഇവിടെയും ജെൻഡർ മൈനോറിറ്റികൾ പലപ്പോഴും അവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നെയ്ബർഹുഡിലേക്ക് പോകാറുണ്ട്. കേരളം പോലുള്ള സ്ഥലങ്ങളിലൊന്നും അധികം ആളുകൾ നിൽക്കാറില്ല. വീട് വിട്ടിറങ്ങുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയൊക്കെ സ്റ്റോറീസ് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വാനിഷ്ഡ് ആവുന്ന ആളുകളുണ്ട്. അടുത്ത റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. ടോക്സിക് ആയിട്ടുള്ള ഒരു വൈഫ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്. സ്ത്രീകളായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു, അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അതേപോലെ പിന്നീട് ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ ഏതെങ്കിലും ക്രൈമിൽ പെടുന്ന സമയത്ത് തിരിച്ച് സൊസൈറ്റിയിലേക്കോ വീട്ടിലേക്കോ ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ആ നാണക്കേട് കൊണ്ട് അവരെ വീണ്ടും ചേർത്ത് നിർത്തി തിരുത്താനായിട്ടുള്ള സംവിധാനം നമ്മുടെ ഇവിടുത്തേതുപോലെ അവിടെയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അപ്രത്യക്ഷമായിട്ട് ആരുമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നുമില്ല, എന്നാലും ലക്ഷക്കണക്കിന് ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOs ഒക്കെ പറയുന്നത്. ഇതിൽ കുറച്ച് ആളുകളെ മാത്രമാണ് അവരുടെ ഫാമിലി, അവരുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അതിൽ വിജയിച്ചിട്ടുള്ളത്. പല ആളുകളെയും കുടുംബം പോലും ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ജെൻഡർ മൈനോറിറ്റികളുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഫാമിലി ഒന്നും അവരെ തിരിഞ്ഞു പോലും നോക്കാറില്ല എന്ന് നമ്മുടെ നാട്ടിലും പറയാറുണ്ട്. ഇങ്ങനെ അപ്രത്യക്ഷമാവുന്ന ആളുകൾ കൂട്ടമായി താമസിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അവരെ തേടി അധികം ആളുകൾ അങ്ങോട്ടേക്ക് വരാറില്ല. അവരുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഒന്നും നടത്താനായിട്ട് അവരുടെ രേഖകളില്ല, ഉണ്ടെങ്കിലും അവരത് പ്രൊഡ്യൂസ് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ തന്നെ എനിക്ക് ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് മറ്റുള്ള ആളുകളിലേക്ക്, അവരെ ആവശ്യപ്പെട്ട ആളുകളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലേക്കുള്ള കടന്നുകയറ്റമൊന്നും അവിടെ ഇല്ല.
അവർക്ക് ജോലികൾ, ഡെയിലി വേജസ് ജോലികൾ കിട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അവരങ്ങനെ ജോലിക്ക് പോകുന്നു, തിരികെ വരുന്നു, ജീവിക്കുന്നു. ഒത്തിരിയധികം ആളുകൾക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും പോകാൻ പറ്റാത്ത സാമൂഹ്യ അന്തരീക്ഷമുണ്ട്, നാണക്കേടുണ്ട്, പല രീതിയിൽ അവരെ ബാധിക്കും തിരികെ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് അവർ ഈ ഏകാന്തതയിലും കടുത്ത ഡിപ്രഷനിലുമൊക്കെ ജീവിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം ഡോക്യുമെൻ്ററീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലും ഒരു തരത്തിൽ ജൊഹാർസ് പോലെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ എത്രയോ ആളുകൾ, ഇപ്പോൾ അഖോരീസ് എന്ന് പറയുന്ന ആളുകൾ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും. ഒരു കാലത്ത് മുങ്ങിയിട്ടുള്ള ആളുകളാണ്. പല ഉടായ്പകൾ നടത്തി മുങ്ങിയ ആളുകളും, അതേപോലെ തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ആളുകളും, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിളി കൊണ്ട് പോയ ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എങ്ങടേക്കും പോകാനൊന്നും പറ്റില്ല. നമ്മുടെ മാധ്യമങ്ങളിൽ നാലുപാടും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരും, അവരത് മൊത്തം പ്രചരിപ്പിക്കും. ഈ ജപ്പാനിലെ ജൊഹുർസുവിനെ കുറിച്ചിട്ടും നമ്മുടെ നാട്ടിലെ ജൊഹുർസുവിനെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഒരിക്കലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാനായിട്ട് ആഗ്രഹിച്ച ആളുകൾ പലരുണ്ടാവും നമ്മുടെ നാട്ടിൽ. നമ്മുടെ പിള്ളേരൊക്കെ ഹോസ്റ്റലിലേക്കും കോയമ്പത്തൂരേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ പഠിക്കാൻ പോയതും ഒരുതരം ജൊഹുർസു പ്രതിഭാസമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി എല്ലാം ഈ ഒരു ഒളിച്ചോട്ടം തന്നെ അതിനകത്ത് കാര്യമായിട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.